ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉണ്ണിയപ്പവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് 27-ാം രാവൊക്കെ അല്ലേ, അപ്പോൾ അല്പം മധുരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിനായി ഞാൻ ഒരു 300 ഗ്രാമോളം ശർക്കര പൊടിച്ചിട്ട് അതിൽ ഒരു കപ്പോളം വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അലിയിക്കാനായി വെക്കാം. അടുപ്പിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കത് ഉരുകി കിട്ടും. ശർക്കര മെൽറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി ചേരുവകളെല്ലാം ഒന്ന് ചേർത്ത് വെക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദമാവ്, 1 കപ്പ് റവ, 1 കപ്പ് അരിപ്പൊടി, അതുപോലെ തന്നെ ഒരു 3-4 ഏലക്ക മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്തതാണ്. അതും ഒരൽപ്പം ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടിയും, ഒരു നുള്ളുപ്പും, 2 പിഞ്ച് ഉപ്പുമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഉപ്പും കൂടി ചേർക്കാം. വളരെ കുറഞ്ഞ ഉപ്പ് മതി, 2 പിഞ്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ഉപ്പും ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ സോഡാപ്പൊടിയും എല്ലാം എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഈ 3 ഇൻഗ്രീഡിയൻറ്റും, അതായത് മൈദമാവും റവയും അരിപ്പൊടിയും നന്നായിട്ട് മിക്സ് ആവണം. അത്രയും നേരം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മാറ്റി വെക്കാം. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ പഴം മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. പഴം നന്നായി പഴുത്ത പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. റോബസ്റ്റിൻ്റെ ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും. ഇതിലൊരു തുള്ളി വെള്ളം പോലും നമ്മൾ ചേർക്കുന്നില്ല, പകരം ഈ ശർക്കര മെൽറ്റ് ചെയ്തത് മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. പഴം മിക്സിയിൽ അടിക്കുമ്പോഴാവട്ടെ മാവ് മിക്സ് ചെയ്യുമ്പോഴാവട്ടെ നമ്മൾ ഈ ശർക്കരപ്പാനി മാത്രമാണ് യൂസ് ചെയ്യുന്നത്, അല്ലാണ്ട് വെള്ളം ഒരു പൊട്ട് പോലും യൂസ് ചെയ്യുന്നില്ല. മിക്സിയുടെ ജാറിലേക്ക് പഴം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് പഴം അരയാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ശർക്കരപ്പാനി നമുക്ക് ചേർത്ത് കൊടുക്കാം. അരിച്ചിട്ടാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര എന്തായാലും നമ്മൾ ക്യൂബ് ശർക്കര വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ കല്ലും മണ്ണും പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഉരുക്കി അരിച്ച് ചേർത്ത് കഴിഞ്ഞാൽ എല്ലാ പൊടിവെള്ളങ്ങളും നമുക്ക് മാറ്റാൻ സാധിക്കും. ഇങ്ങനെ മാറ്റി പഴത്തിലേക്ക് ഒഴിച്ചു കൊടുത്തത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല ഫൈനായിട്ട് തന്നെ അരയണം, തട്ടും തരിയൊന്നും ഇല്ലാണ്ട് നമുക്കത് അടിച്ചെടുക്കാം. ഇനി അതും ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി വീണ്ടും നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് അതിലേക്ക് ശർക്കരപ്പാനി ബാക്കിയുള്ളത്, നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ശർക്കരപ്പാനി മുഴുവനായിട്ട് 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഒറ്റയടിക്ക് ഒഴിച്ചു കൊടുത്താൽ കട്ട കെട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 പ്രാവശ്യമായിട്ടാണ് ഞാൻ അത് ചേർത്ത് കൊടുക്കുന്നത്. പകുതിയോളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും ബാക്കി പകുതി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നിച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട കെട്ടി നമുക്ക് ഇളക്കാൻ പ്രയാസമായിരിക്കും. കണ്ടില്ലേ, പൊടിവെള്ളങ്ങളൊക്കെ നമുക്കതിൽ തന്നെ താങ്ങി നിൽക്കും. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പോരാ, ബാക്കി ശർക്കരപ്പാനി കൂടി നമുക്കതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. എന്നാലും നമുക്ക് ആദ്യം ഇതൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയല്ലോ. എനിക്കിത് പാകമായിരുന്നു. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. വീണ്ടും നമുക്ക് അടുത്ത ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും നമുക്ക് അരിപ്പയിലൂടെ അരിച്ച് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ശർക്കരയിലെ കല്ലും മണ്ണെല്ലാം നമ്മുടെ അരിപ്പയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ആ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പോരാത്തതിന് നമ്മൾ ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അത് അടിച്ചെടുക്കുന്നുണ്ട്. കട്ടയൊന്നും ഇല്ലാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്സിയിൽ അടിക്കുന്നത്. ഇങ്ങനെ നമ്മൾ എത്ര മിക്സ് ചെയ്താലും മൈദയും അരിപ്പൊടിയും റവയൊക്കെ നമുക്ക് അവിടെ ഇവിടെ കട്ട കെട്ടി കിടക്കുന്ന പോലെ തോന്നും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് വലിയ മിക്സിയുടെ ജാറിലേക്ക് അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ യാതൊരുവിധ തട്ടും തരിയും ഇല്ലാതെ നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഇതേപോലൊരു മിക്സിയുടെ വലിയൊരു ജാറെടുത്ത് നമുക്ക് ഈ മാവ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം ഈ പഴത്തിൻ്റെ മിക്സും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സ് ഇവിടെ പെർഫെക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ തട്ടും തരിയോ ഒന്നുമില്ലാതെ കട്ട കെട്ടാതെ നമുക്കത് എടുക്കാൻ പറ്റും. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. കണ്ടില്ലേ, ഇപ്പോൾ പഴത്തിൻ്റെ മിക്സ് കൂടി ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത്
മിക്സിയിൽ അടിച്ചെടുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നെയ്യിൽ അല്പം തേങ്ങാക്കൊത്ത് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. ആ സമയം കൊണ്ട് മിക്സിയുടെ ജാറിൽ ഞാനത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ആ ബൗളിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, യാതൊരുവിധ കട്ടയോ ബോൾസോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അരി കുതിർക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ട് വെക്കുക, അരി നേരത്തെ അരച്ച് വെക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റൻ്റായിട്ട് വളരെ 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. നമ്മളെല്ലാ സാധനങ്ങളും ഇതിൽ ചേർക്കുന്നുണ്ട്. ഏലക്കപ്പൊടി ആയിക്കോട്ടെ, തേങ്ങാക്കൊത്തായിക്കോട്ടെ, ഉണ്ണിയപ്പത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. ഒരിക്കലെങ്കിലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു ഉണ്ണിയപ്പമാണ്. ഇനി നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ച ആ തേങ്ങാക്കൊത്തും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തത് നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ മാറ്റി വെക്കാം. ഇല്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്കത് ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എന്തായാലും വേറെ കുറച്ച് പണികളുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് സമയത്തേക്ക് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മൂടിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. വളരെ കുറച്ച് സമയം തന്നെ ഞാനത് വെച്ചിട്ടുള്ളൂ. അതിനുശേഷം വീണ്ടും ഒന്ന് എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കാം. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ചുട്ടെടുക്കുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും. എല്ലാ കുഴികളിലും ഫുള്ളായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ചൂടാക്കി എടുക്കുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടാണ് പിന്നെ ഉണ്ണിയപ്പം ചുട്ടെടുക്കുന്നത്. പിന്നീട് ഫുൾ ടൈം ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുള്ളൂ, കൂട്ടിയിട്ടൊന്നുമില്ല തീയെ. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കുഴികളിലേക്കും കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേണേ. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വളരെ ടേസ്റ്റിയായ ഉണ്ണിയപ്പം ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. എത്ര ഉണ്ടാക്കാൻ അറിയാത്തവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നേരത്തെ അരി കുതിർത്ത് വെക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ ആട്ടി വെക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയെടുക്കാൻ പറ്റുന്നൊരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പമാണ്. വളരെ ടേസ്റ്റിയുമാണ്. പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇന്ന് 27-ാം രാവ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും മധുരം ഉണ്ടാക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെ പേരിൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഓരോന്നോരോന്നായി പതുക്കെ നമുക്ക് ഒരു ഓട്ടച്ചട്ടകത്തിലേക്ക് മാറ്റിയിട്ട് കോരിയെടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്കാണ് ഞാൻ മാറ്റുന്നത്. കുറച്ചെങ്കിലും എണ്ണമയം അതിലുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ടിഷ്യൂ പേപ്പറിലേക്ക് ഇടുന്നത്. അപ്പോൾ ബാക്കി എണ്ണ മുഴുവൻ ടിഷ്യൂ പേപ്പറിലേക്ക് ഒഴിച്ചെടുത്തോളൂ. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ 3/4 ഭാഗത്തോളം കുഴികളിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അത് വെന്ത് വരുമ്പോൾ കുഴി ഫുള്ളായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെ ഓരോ തവണയും നമുക്കത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കംപ്ലീറ്റ് ചുട്ടെടുക്കാവുന്നതാണ്. തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഉള്ളും പുറവും ഒരുപോലെ വേവാനും നമുക്ക് സഹായിക്കും. നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പുറം ഭാഗം വേവും, കളറും മാറും, പക്ഷേ ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിരുന്നാൽ മതി. വളരെ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. എണ്ണ നല്ല ചൂട് തന്നെയാണ് ഇരിക്കുന്നത്. എണ്ണ ചൂട് കുറയാതെ നോക്കിയാൽ മാത്രം മതി. എണ്ണ ചൂട് ആറുന്നു തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാവ് ഒഴിക്കുന്നതിന് മുൻപായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി എണ്ണ ഒന്ന് ചൂടാക്കി വീണ്ടും മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് മാവ് ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഉണ്ണിയപ്പം മുഴുവനായിട്ട് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉണ്ണിയപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇവിടെ ഉണ്ണിയപ്പം എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്.
വളരെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഞാനിതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉൾഭാഗം മനസ്സിലാവും. എല്ലാം പെർഫെക്റ്റായിട്ട് വെന്ത് നല്ല ആരെടുത്ത ഉണ്ണിയപ്പമാണ്. നല്ല സോഫ്റ്റാണ്. കണ്ടില്ലേ എത്ര സോഫ്റ്റാണെന്ന് നോക്കിക്കേ. വളരെ നൈസായിട്ട് നമുക്ക് നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വളരെ ടേസ്റ്റിയായ ഉണ്ണിയപ്പം. 27 രാവിൻ്റെ സ്പെഷ്യലാണ് മധുരം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. ടേക്ക് കെയർ. ബൈ.